മൂന്നാറിൽ ലോറി തടഞ്ഞ് കാട്ടാന പടയപ്പ. RRT എത്തിയ ആനയെ കാട്ടിലേക്ക് തുരത്തി. പടയപ്പ മതപ്പാടിലാണ്, അതുകൊണ്ടാണ് ഈ കൂടുതൽ അക്രമ സ്വഭാവത്തിലേക്ക് പോകുന്നത്. വാഹനങ്ങൾക്ക് നേരെയൊക്കെ കഴിഞ്ഞ കുറച്ചു ദിവസമായിട്ട് വലിയ തരത്തിലുള്ള അക്രമം കാണിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ യൂറിയ കയറ്റിക്കൊണ്ടുവന്ന ഒരു വളം കൊണ്ടുവന്ന ലോറിയാണ് പടയപ്പ തടഞ്ഞത്. അതിന് പിന്നിൽ നിന്ന് ഈ ചാക്കുകെട്ടുകൾ വലിച്ച് താഴേക്ക് ഇടുകയും ചെയ്തു. അല്പനേരം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്നുള്ള ആളുകൾ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നീട് ഉടൻ തന്നെ RRT എത്തി. RRT വളരെ പണിപ്പെട്ട് എന്തായാലും ഈ ആനയെ കാട്ടിലേക്ക് തുരത്തിയിട്ടുണ്ട്. ആ തുരത്തുന്ന ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമാണ്. വാഹനത്തിൽ ഓണടിച്ച് അതുപോലെ തന്നെ അതിന്റെ പുറകെ ചെന്ന് തുരത്തിയ ഏതാനും മണിക്കൂറുകൾക്ക് വീണ്ടും ഇങ്ങോട്ടൊക്കെ ഇറങ്ങും. അപ്പോ ഇത് ഒരു RRT തുരത്തൽ മാത്രമാണോ പടയപ്പ പരിഹാരം, രാഹുൽ? RRTയുടെ സർവ്വസമയവുമുള്ള നിരീക്ഷണം അത് മാത്രമേ ഈ പടയപ്പയുടെ കാര്യത്തിലും അതുപോലെ തന്നെ മൂന്നാറിലെ മറ്റ് കാട്ടാനകളുടെ കാര്യത്തിലും രക്ഷയുള്ളൂ. കാരണം അവിടെ വനമില്ല, ഉണ്ടെങ്കിൽ തന്നെ അത് മാങ്കുളം മേഖലയിലേക്കാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ സ്ഥലത്തേക്കൊന്നും ആനയ്ക്ക് വനത്തിലേക്ക് കയറി പോകാൻ പറ്റില്ല. ഉള്ള ചോലവനത്തിൽ ചുറ്റിക്കറങ്ങിയതിനു ശേഷം വെയിലാറുമ്പോൾ വീണ്ടും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങും. അത് സ്ഥിരമായിട്ടുള്ള കാഴ്ചയാണ്. അതിനുടനെ ഒന്നൊരു മാറ്റം വരാനും പോകുന്നില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഇപ്പോൾ തുരത്തിയ ആന വീണ്ടും വരും. ആ ആനയെ RRT നിരീക്ഷിച്ച് വീണ്ടും തുരത്തുക എന്നുള്ളതല്ലാതെ യാതൊരു മാർഗവുമില്ല.